ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഉണ്ടെങ്കിൽ ഓൺ ചെയ്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തുള്ളൂ. നമുക്ക് നേരെ ഇവിടെ കാണുന്നൊരു നല്ല തിരക്കുണ്ട്. നില നമ്മൾ പോയ അപ്പം തന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. ഇതൊക്കെ ആൾക്കാർ ആരതി കാണാൻ വേണ്ടിയിട്ട് ആദ്യമേ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പുഴയിൽ ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് അത്രയും നല്ലതിൽ കാണാൻ വേണ്ടിയിട്ട് പുഴയിൽ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക. ഇത് പിന്നെ പുഴയുടെ നേരെ മേലായിട്ടാണ് ആൾക്കാർ നിൽക്കുക. ഞാനൊക്കെ ഈ ഭാഗത്താണ് നിന്നത്. പക്ഷേ ഇവിടെ വലിയൊരു സ്ക്രീനൊക്കെ ഉണ്ട്. സ്ക്രീനിൽ നമുക്ക് എന്താക്കി കാണാൻ പറ്റും. അതുപോലെ നമ്മൾ ഏകദേശം അടുത്തായിട്ടൊക്കെ തന്നെയാണ് ഇരുന്നത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അത്ര ആളൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമുക്ക് നിളാരതി കാണാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിളാരതി കാണുമ്പോഴത്തേനും ആളുകൾ കണ്ടമാനം ആൾക്കാരായി. പക്ഷേ എത്ര ആൾക്കാർ വന്നാലും അവിടെ കൊള്ളൂട്ടോ. അത്രയും സൗകര്യമാണ് അവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അത് പറയാൻ വയ്യ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നീറ്റ് ആൻഡ് ക്ലീൻ. എന്താണെന്ന് വെച്ചാൽ ഒരു സംഭവം ഒന്നും നിലത്തൊന്നും ഒരു വസ്തു നമുക്ക് അനാവശ്യമായിട്ട് വലിച്ചെറിഞ്ഞത് അങ്ങനെയുള്ള സംഭവം ഒന്നും അവിടെ കാണില്ല. അത്രയും നല്ല ക്ലിയർ ആക്കിയിട്ട് അവിടുത്തെ പാരായണം ചെയ്ത് വെക്കുന്നുണ്ട്. അതിനവരെ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ അവിടെ ഫുള്ള് CCTV ക്യാമറ ഉണ്ട്. എന്ത് നടന്നാലും അവിടെ വേഗത്തിൽ ഇതാവും. കാരണം അത്രയും ഡ്രോണുകൾ അതിൻ്റെ മേലെ വട്ടിട്ട് പറക്കുന്നുണ്ട്. കാരണം മേലേക്ക് നോക്കി കഴിഞ്ഞാൽ പക്ഷികൾ പറക്കുന്നത് പോലെയുണ്ടോ ഡ്രോണുകൾ അവിടെ പറക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പോയത് തന്നെ ലാസ്റ്റ് ദിവസമായ 3-ാം തീയതിയാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ തന്നെ നല്ല ഒരു തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ തിരക്കുണ്ടെങ്കിൽ നമുക്ക് അത്ര അങ്ങോട്ട് പോകുമ്പോൾ തിരക്കൊന്നും അനുഭവപ്പെടില്ല. പക്ഷേ നല്ല തിരക്കൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ കൊണ്ട് പറ്റുന്ന കാര്യം എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കൂടുതലായി ഭംഗിയൊക്കെയൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം നിങ്ങളത് ക്ഷമിക്കുന്നു ഞാൻ കരുതുന്നു. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നലെ എനിക്ക് ഇതിലുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ എനിക്കും മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാനിതിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിക്കണേ. പറ്റുന്നവരെ ആരതി ഷൂട്ട് ചെയ്യുക എന്നുള്ള ലെവലിലാണ് ഞാൻ എത്തിയത്. പക്ഷേ അത് പൂർണ്ണമായിട്ടും കിട്ടിയെന്ന് വെച്ചാൽ അങ്ങനെ പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നാലും കുഴപ്പമില്ല, നല്ല സുഖമാണ്. പക്ഷേ എല്ലാവരും ഇരുത്തിയിട്ടാണ് കേട്ടോ ഇത് കാണാൻ പറ്റുള്ളൂ. നിന്നിട്ടൊന്നും ആരെയും കാണാൻ ശ്രമിക്കുന്നില്ല. കാരണം അതന്നെ എല്ലാവർക്കും സുഖമാണ്. കാരണം നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇത് ആൾക്കാർക്കൊന്നും കാണാൻ പറ്റില്ല, കുട്ടികൾക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഇരുത്തിയിട്ടാണ് ആരതി കാണാൻ സമ്മതിക്കുന്നത്. അപ്പോൾ ആരെയും നിൽക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ എല്ലാവരും ഇരുന്ന് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം കുറച്ച് ഹൈറ്റിലാണ് ഇത് ആരതി നിലാരതി ചെയ്യുന്നത് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് അത് നല്ല സുഖമായിട്ട് കാണാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്കും വീഡിയോയിൽ അതേപോലെ തന്നെ നല്ലപോലെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അവിടെ ഓരോ സന്യാസിമാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ അവിടെ വ്യത്യസ്തമായിട്ടുള്ള ആൾരൂപങ്ങളൊക്കെ പെയിൻ്റ് അടിച്ച ആൾരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്ടായിട്ടാണ് ഇടുന്നത്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ വിളക്ക് ദീപങ്ങൾ തെളിയിച്ചതൊക്കെ നല്ല അടിപൊളിയായിട്ട് ദീപങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള തുറന്നുള്ള വീഡിയോകളും നമുക്ക് ഇതിൽ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പിന്നെ വരാത്ത ആൾക്കാരൊക്കെ ഒന്ന് ഇവിടെ വന്ന് കാണേണ്ടത് ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. കാരണം ഇവിടേക്ക് വന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്നറിയില്ല, മനസ്സിനൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അത് ഇവിടെ നിന്ന് നേരിട്ട് ആസ്വദിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. കാരണം ഇവിടുത്തെ ആ സംഗീത പരിപാടിയും എല്ലാം കൂടി ആകുമ്പോൾ നമുക്കത് മനസ്സിനൊരു വല്ലാത്തൊരു ആശ്വാസം കിട്ടുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ഇതേമാതിരി കുംഭമേള നടക്കുകയാണെങ്കിൽ നിങ്ങളും ഇതിൽ പങ്കാളിയാവണം. കാരണം നിങ്ങൾക്ക് ഈ ഒരു അനുഭവം നിങ്ങൾക്കും കൂടി ആസ്വദിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറയുന്നതിനും നല്ല നിങ്ങൾ ആസ്വദിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത്രയും നല്ല മനോഹരമാണ്. മനസ്സ് ശാന്തമാകാൻ ഒക്കെ നല്ല ഒരു സുഖം കിട്ടും. അതായത് അത്രയും നല്ല ഒരിതാണ്. നമ്മൾ വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇവിടെ ഒന്ന് ആ അതിലേക്ക് ഒന്ന് മുഴുകിയിരുന്നാൽ തന്നെ നമുക്കൊരു മനുഷ്യത്തിന് ഒരു ആശ്വാസം കിട്ടുന്ന പോലെയാണ്. കാരണം
സംഗീതമൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് വല്ലാത്തൊരു കുളിരേകുന്ന ഒരു അനുഭവം തന്നെയാണ്. പിന്നെ ഇവിടേക്ക് എത്തിച്ചേരാൻ പറഞ്ഞാൽ നാനാസ് ഭാഗത്തു കൂടി ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെയാണ് തവനൂർ ഭാഗത്തു കൂടി ആൾക്കാർ ഇറങ്ങി വരുന്നത്. കാരണം എല്ലാ സ്ഥലത്തു കൂടിയും വഴിയുണ്ട്. അതായത് ഏതിലിറങ്ങിയാലും അവിടേക്ക് എത്താൻ പറ്റുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ആൾക്കാരൊക്കെ ഇതിലൂടെയൊക്കെ ഇറങ്ങി വരുന്നത്. പക്ഷേ ഏതിലിറങ്ങി വന്നാലും ഏകദേശം അവിടെ തന്നെയാണ് എല്ലാവരും എത്തിച്ചേരുന്നത്. പിന്നെ പോകാനായിട്ട് സൂചനാ ബോർഡുകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ അതേമാതിരി സൂചനാ ബോർഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും. പിന്നെ അപ്പം ഈ അതൊക്കെ നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്തത്. ഒന്ന് കണ്ട ആൾക്കാർ ഇതിനെ പറ്റി കുറ്റം പറയരുത്. കാരണം എന്താ വെച്ചാൽ നമ്മളെക്കൊണ്ട് പറ്റണ മാതിരി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും വീണ്ടും ഞാൻ പറയാണ്. എന്തായാലും നല്ലൊരു അനുഭവം തന്നെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഏകദേശം മടങ്ങുകയാണ്. അപ്പം മടങ്ങുമ്പോൾ അല്ലേ ടൂറും ജനങ്ങളുടെ ഒരു തിരക്കാണ്. എത്ര തിരക്കാണെന്നല്ലോ. ഇത് പാലത്തിലേക്ക് കയറാനുള്ള തിരക്കാണ് കേട്ടോ. പക്ഷെ പാലത്തിലേക്ക് കയറാൻ നല്ല അടിപൊളിയായിട്ടോ അവർ കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരും ഇരുണ്ട് വരിയായിട്ട് ഇങ്ങനെ കയറ്റി പോവാണ്. അത്രയും